AAC 9C, NABH AAC 9C, ഹോസ്പിറ്റൽ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇമേജിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് ഉള്ള സ്റ്റാൻഡേർഡാണ് 9th സ്റ്റാൻഡേർഡ് ഓഫ് AAC. അതിൽ C എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അച്ചീവ്മെൻറ്റിലാണ് പെടുന്നത്. അതിങ്ങനെയാണ്: നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻറ്റേണലോ എക്സ്റ്റേണലോ ആയിട്ടുള്ള പിയർ റിവ്യൂ ഇമേജിംഗ് റിസൾട്ടിൽ ഉണ്ടാവണമെന്നതാണ്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് എടുക്കണം. ഏറ്റവും മിനിമം 100 ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻസ് നടന്നാൽ ഒരു തവണ പിയർ റിവ്യൂ നടത്തിയിരിക്കണം. അത് ഏറ്റവും മിനിമമാണ് കേട്ടോ. അതിൽ കൂടുതൽ ചെയ്താൽ നല്ലത്. അത്തരത്തിൽ നമ്മൾ പിയർ റിവ്യൂ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. CT MRI എസ്പെഷ്യലി നമ്മൾ ഇത്തരത്തിലൊരു പിയർ റിവ്യൂവിൽ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് അതിന് വളരെ കൃത്യമായിട്ട് ബ്ലൈൻഡ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസിലായിരിക്കണം ആ ടെസ്റ്റ് നടക്കേണ്ടത്. ഇതിൻ്റെ ആദ്യത്തെ മാസ്റ്റർ റിസൾട്ട് എന്തായിരുന്നു എന്നത് യാതൊരുവശാലും ഈ പിയർ റിവ്യൂ ടെസ്റ്റിൻ്റെ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ആ റിസൾട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് പ്രിപ്പറേഷൻ നടക്കേണ്ടത്. അതിൽ വരുന്ന വ്യതിയാനങ്ങൾ കൃത്യമായും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം. അത് ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിയർ അസോസിയേറ്റുമായിട്ട് ചേർന്ന് നമ്മൾ ചെയ്യണം. അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചേഞ്ചുകൾ, നമ്മുടെ ഡിസ്ക്രിപ്പൻസീസ് എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ സിവിയറിറ്റി ഓർ ഇമ്പാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് മാറ്റാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് കറക്റ്റീവ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ മിനിമൈസ് ചെയ്യാൻ അതിൽ കൂടെ നമുക്ക് പറ്റും. ഈ ഒരു സ്കെയിലിങ്ങിനെ നമ്മൾ സ്കോറിങ്, റാഡ്പിയർ സ്കോറിംഗ് എന്നാണ് വിളിക്കുക. ആ സ്കോറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് വരാവുന്ന എറേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഷർമെൻ്റ് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത്തരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഈ പിയർ റിവ്യൂ ടെസ്റ്റിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നാൽ ഒരു ഡിസ്ക്രിപ്പൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടി നമ്മൾ ആ ഒരു കുറവ് എന്തുകൊണ്ട്, ആ ഒരു പ്രശ്നം റിസൾട്ടിൽ ആ ഒരു വ്യത്യാസം എന്തുകൊണ്ട് വന്നു എന്ന് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട്, റിസൾട്ട് ഉണ്ടാക്കിയ ആൾ, ഇമേജ് ചെയ്ത ആൾ, അങ്ങനെ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി അത് ഡോക്യുമെൻ്റ് ചെയ്യണം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ക്വാളിറ്റി ഓഫ് റിപ്പോർട്ട് വളരെ ആവശ്യമാണ്. നമ്മുടെ കൺസൾട്ടൻസ് ഈ റിപ്പോർട്ടിനെയാണ് 100% വിശ്വസിച്ച് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് തെറ്റായ റിസൾട്ട് കിട്ടിയിട്ട് തെറ്റായ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധം, ഇല്ലാത്തൊരു അസുഖത്തിന് ചികിത്സിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഉള്ള ഒരു അസുഖം ഐഡൻറ്റിഫൈ ചെയ്യാതെ ചികിത്സ നടന്നാൽ സംഭവിക്കാവുന്ന ഡേഞ്ചർ ആലോചിച്ചാൽ മതി. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ AAC 9C നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും. നമുക്കൊരു പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഇൻറ്റേർണലോ എക്സ്റ്റേണലോ പിയർ റിവ്യൂ ആണ് AAC 9C.